ഇവിടെ നിങ്ങൾ കാണുന്നത് മിഗ് വെൽഡിംഗ് ഉപയോഗിച്ച് അലുമിനിയം വെൽഡ് ചെയ്ത ഒരു വെൽഡ് പ്രൊഫൈലാണ്. നല്ല റിപ്പിൾസ് ഒക്കെയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു വെൽഡിങ് മിഗ് വെൽഡിംഗ് ഉപയോഗിച്ച് അലുമിനിയത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. ഇതിനു വേണ്ടി നമ്മളിവിടെ 2 മെറ്റൽ പീസുകൾ എടുത്തിട്ടുണ്ട്. 6 mm തിക്നെസ് ഉള്ള മെറ്റൽ പീസുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ടിഗ് വെൽഡിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ അലുമിനിയം വെൽഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ അലുമിനിയം വെൽഡ് ചെയ്താലും നല്ല വൃത്തിയായി ക്ലീൻ ആക്കി വേണം വെൽഡ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നത് ലിങ്കൻ ഇലക്ട്രിക്കലിന്റെ പവർ വേവ് എന്നുള്ള ഒരു വെൽഡിംഗ് മെഷീനാണ്. ഇവിടെ വെൽഡിംഗ് മെഷീൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 76 എന്നുള്ള ഒരു നമ്പറിലെ വെൽഡ് മോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കുറെ അധികം വെൽഡ് മോഡുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്, ഈ വെൽഡിംഗ് മെഷീനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 76ാമത്തെ നമ്പർ 53, 56 എന്ന് പറയുന്ന അലൂമിനിയം ആർഗൺ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതും പൾസിൽ വെൽഡ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാനുള്ളതാണ് 76 എന്നുള്ള ഒരു നമ്പർ. ഇതിൽ കാണുന്ന ബാക്കിയുള്ള എല്ലാ നമ്പറും പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഓരോ വെൽഡ് മോഡുകളാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വയർ ഫീഡാണ്. വയർ ഫീഡ് നമ്മൾ ഏകദേശം 300 ഇഞ്ച് പെർ മിനിറ്റ് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. 300 ഇഞ്ച് പെർ മിനിറ്റ്. നമ്മൾ ഈ യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ആംബിയറിലല്ല ഇവിടെ നമുക്ക് വെൽഡിങ്ങിന്റെ വയർ സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇവിടെ വോൾട്ടേജും അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ട്രിം എന്നുള്ള ഒരു വാല്യൂ ആണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് ട്രിം വാല്യൂ എന്ന് പറയുന്നത് ആർക്ക് ലെങ്തിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ട്രിം വാല്യൂ അനുസരിച്ച് ബാക്കി ഈ കുറെ അധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വെൽഡിങ്ങിൽ ഈ ഒരു മെഷീനിൽ നേരത്തെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഒരു വാല്യൂ അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലായി സെറ്റ് ആവുന്നതാണ്. അപ്പോൾ വെൽഡിംഗ് കറണ്ടും അതുപോലെ തന്നെ വോൾട്ടേജും വെൽഡിംഗ് മെഷീന്റെ ആ ഒരു പഴയ അവർ ഫീഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് പവർ കിട്ടുന്നതാണ്. അതുപോലെ ഇതാണ് ഇതിനകത്തുള്ള വയർ ഫീഡർ. അപ്പോൾ ഇതിൽ 4 വീലുകളാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ നടുക്കൂടി ഈ ഒരു വയർ പോകുന്നത് ഇതിന്റെ നടുക്ക് ഭാഗത്തു കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ക്രൂ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് വയർ നമുക്ക് എത്രത്തോളം പ്രഷറിൽ തള്ളി വരണം എന്നുള്ള. അപ്പോൾ പ്രഷർ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വയർ ഫീഡിങ്ങിലേക്കുള്ള പ്രോബ്ലം ഉണ്ടാകും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 53, 56 ഗ്രേഡിലുള്ള 1.2 mm ഡയമീറ്റർ സൈസിലുള്ള വെൽഡിംഗ് വയറാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബോക്സിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാമിനേഷൻ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊരു ബോക്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഗ്യാസ് കവറേജ് ആണ്. ഗ്യാസ് നമ്മളിവിടെ ടിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെയധികം ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ 20 ലിറ്റർ പെർ മിനിറ്റ് ആ ഒരു യൂണിറ്റിലേക്കാണ് നമ്മളിവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 20 ലിറ്റർ പെർ മിനിറ്റ് ആണ് ഈ ഒരു ഗ്യാസ് ഫ്ലോ റേറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം വെൽഡ് ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ വർക്ക് ബെഞ്ചിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്പം പോലും ലൂസ് ഇല്ലാത്ത രീതിയിൽ വളരെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഈ ഒരു വെൽഡ് പീസ് നമ്മൾ വെൽഡ് ചെയ്യാനുള്ള ബേസ് മെറ്റൽ വർക്ക് ബെഞ്ചിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളത്. നമ്മളിവിടെ ക്ലാമ്പിംഗ് ഡിവൈസ് ഈ ഒരു സർഫസ് പ്ലേറ്റിൽ ഫിറ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു വെയിറ്റ് എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ എർത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് മെറ്റലിലേക്ക് തന്നെ, വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെറ്റലിലേക്ക് തന്നെ നമ്മൾ എർത്ത് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഈ ഒരു സൈഡിലും മറു സൈഡിലുമായിട്ട് ടാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട്, അതായത് നമ്മൾ ആ ഒരു ഹോൾഡർ ആ ഒരു ഭാഗത്തേക്ക് എത്തി ഇതിന്റെ ഒരു ട്രിഗർ ഉണ്ട്, ട്രിഗറിൽ പ്രസ് ചെയ്യുമ്പോൾ ആർക്കിങ് ക്ലിയർ ആവും. നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിക്ക് ഔട്ട് നമുക്ക് കുറച്ച് ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് വയർ വെളിയിലേക്ക് വെച്ചിട്ട് ആ വയർ അതിന്റെ ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ വെച്ച് വെൽഡ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ഇതിന്റെ അലൈൻമെന്റും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ട് വേണം വെൽഡ് ചെയ്യാനുള്ളത്. നമ്മൾ 2 സൈഡിലും ടാക്ക് ചെയ്തെടുത്ത് വളരെ ഈസി ആയിട്ട് ടാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം വെൽഡ് ആംഗിൾ ആണ്. ഈ രീതിയിൽ നമ്മൾ വലത്തുനിന്ന് ഇടത്തോട്ട്, അതായത് വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ വെൽഡ് ചെയ്യരുത്. ഈ രീതിയിൽ പുഷ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം വെൽഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള സർക്കുലർ മോഷൻ, റിപ്പിൾസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു സർക്കുലർ മോഷനിലുള്ള വെൽഡിങ് നമ്മൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ പൾസ് സെറ്റിംഗ്സ് ഉപയോഗിച്ചാണ് വെൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് റിപ്പിൾസ് കിട്ടും, നമുക്ക് കൺട്രോൾ ആയിട്ടുള്ള ആർക്ക് കിട്ടും. സ്പ്രേ ട്രാൻസ്ഫർ ആണ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല, വളരെ സ്പീഡിൽ വെൽഡ് ചെയ്ത് പോകേണ്ടി വരും.
അപ്പോൾ നമ്മളിവിടെ വെൽഡിങ്ങിന്റെ ആരംഭിച്ചു. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇത്രത്തോളം ആർക്ക് സ്റ്റിക്ക് ഔട്ട്, വയറിന്റെ ഔട്ട് ഉള്ളത് ഒരു ഏകദേശം 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെ സ്റ്റിക്ക് ഔട്ട് ഉണ്ട്. അതുപോലെ ഈ ഒരു മോഷൻ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു സർക്കുലേഷൻ ആ ഒരു രീതിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പെനട്രേഷൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ആ ഒരു റിപ്പിൾസ് നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് എടുക്കാൻ കഴിയും. നമ്മളിവിടെ ലാസ്റ്റ് വരെ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം, ടിഗ് വെൽഡിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ടാക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ വെൽഡ് ചെയ്യാവൂ. ഇപ്പോൾ വെൽഡ് ചെയ്ത് ഇതിന്റെ പുറകു സൈഡിലേക്കാണ്. അപ്പോൾ മെറ്റൽ അല്പം ചെറുതായിട്ട് ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്താണ് ആദ്യത്തെ വെൽഡ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത് ഇപ്പോൾ ഇവിടെ അല്പം ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റിന്റെ മുകളിലൂടെ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടാവും. കാര്യം നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, നേരത്തെ നമ്മൾ വെൽഡ് ചെയ്യുന്നതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആർക്കാണ്. നമ്മൾ കറണ്ടും വയർ ഫീഡും ട്രിമ്മ് വലിയൊക്കെ അത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കുറച്ചുകൂടി കൺട്രോളബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മോൾട്ടൺ ബൂളൊക്കെ നമ്മളുടെ കറക്റ്റ് കൺട്രോളിൽ ഉള്ള ഒരു രീതിയിൽ, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആർക്ക്, ആ ഒരു രീതിയിലുള്ള ഒരു വെൽഡ് ബീഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വെൽഡ് ചെയ്തത് ഈ ഒരു വെൽഡ് ബീഡാണ് ഇവിടെ വെൽഡ് ചെയ്തത്. നമുക്ക് കണ്ടാൽ കാണാൻ കഴിയും, ആ റിപ്പിൾസ് ഇവിടെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് വന്നിട്ടുള്ളത്. നമ്മൾ ആ കൊടുത്ത സർക്കുലർ മോഷൻ അനുസരിച്ചാണ് നമുക്കിവിടെ ഈ ഒരു ആ ഒരു വെൽഡ് ബീഡിന്റെ പ്രൊഫൈൽ നമുക്ക് കിട്ടുന്നത്. നല്ല കാണാൻ ഭംഗിയായിട്ടുള്ള ഒരു വെൽഡ് പ്രൊഫൈൽ നമുക്കിവിടെ കിട്ടും. പിന്നെ ഈ കറുത്ത കളറിൽ വരുന്നത് സാധാരണ മിഗ് വെൽഡിങ്ങിൽ വെൽഡ് ചെയ്യുമ്പോൾ ഇതുണ്ടാകും. നമ്മളിതൊരു വയർ ബ്രഷിനെ തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും മാറിപ്പോകും. അത് എപ്പോഴും നമ്മൾ മിഗ് വെൽഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതാണ് നമ്മൾ ആദ്യം വെൽഡ് ചെയ്തത്. ഇവിടെ മെറ്റൽ നമുക്ക് കണ്ടാൽ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കീഴ്ഭാഗത്തേക്ക് നമുക്ക് ആ ഒരു മെറ്റലിന്റെ തള്ളൽ കൂടുതലാണ്. അതായത് മെറ്റൽ അല്പം പോലെ ഹീറ്റ് അല്ലായിരുന്നു. ഇവിടെ നമുക്ക് ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ ഒരു വയർ ഫീഡ് കുറെ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാതെ ചെയ്യാൻ കഴിയും. നമ്മൾ ആദ്യത്തെ വെൽഡിങ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. മെറ്റലിലേക്ക് വെൽഡ് ചെയ്യുമ്പോൾ മെറ്റൽ ഹീറ്റ് അല്ലെങ്കിൽ അല്പം പ്രീ ഹീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് വരും. നല്ല ഭംഗിയുള്ള ഒരു വെൽഡ് ബീഡ് നമുക്ക് അത്രത്തോളം ഭംഗിയുള്ള ഒരു വെൽഡ് ബീഡ് നമുക്കിവിടെ കിട്ടില്ല. എന്നാൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽ ഹീറ്റായി, നമ്മൾ പുറകിലുള്ള വെൽഡ് ബീഡ് വെൽഡ് ചെയ്തതിന് ശേഷം മെറ്റൽ ഹീറ്റായതിനു ശേഷം വെൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ആർക്ക് വന്നു. അതുപോലെ ഫ്യൂഷൻ സോണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ സോൺ, അതായത് ബേസ് മെറ്റലും നമ്മളുടെ ഫില്ലർ മെറ്റലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ സോണാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ, അതുപോലെ തന്നെ പൾസ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിലുള്ള റിപ്പിൾസ് വെൽഡ് ചെയ്തെടുക്കാൻ കഴിയൂ. അല്ലാതെ നമ്മൾ സാധാരണ വെൽഡിംഗ് മെഷീൻ ആണെങ്കിൽ സ്പ്രേ ട്രാൻസ്ഫർ ഉപയോഗിച്ച് നമ്മൾ വെൽഡ് ചെയ്യേണ്ടി വരും, കറണ്ട് കൂട്ടിയിട്ട്. അങ്ങനെ ഉള്ള ആ ഒരു രീതിയിൽ വെൽഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ റിപ്പിൾസ് നല്ല ഭംഗിയുള്ള ഒരു വെൽഡ് ബീഡ് കിട്ടുന്ന കാര്യം അതിനുള്ള സാഹചര്യം കുറവാണ്. ഇത് നമുക്ക് കുറെ കൂടി കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു വെൽഡ് ബീഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വെൽഡ് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു വെൽഡ് ബീഡ് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വെൽഡ് ചെയ്തെടുക്കാൻ കഴിയും.